കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. കേസന്വേഷിക്കുന്ന ഏറ്റുമാനൂർ പോലീസാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഏറെ ദാരുണവും സങ്കടപ്പെടുത്തുന്നതുമായിരുന്നു ആ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയപ്പോൾ. ഇപ്പോൾ അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി യുവതിയുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായ ഒരു സംഭവ വികാസമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം അയർക്കുന്നത്ത് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവ് ഇന്നലെ വിദേശത്തു നിന്ന് നാട്ടിലെത്തുകയും സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടിലെത്തുകയും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അതുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മകളുടെ ആത്മാവിന് നീതി ലഭിക്കുവാൻ താൻ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നും പിതാവ് ഇന്നലെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. സഹോദരനും ഈ പെൺകുട്ടിയുടെ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ സഹോദരി കേൾക്കേണ്ടി വന്നു എന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ കേസ് കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് അവർ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. പരാതി നിലവിൽ നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവിൻ്റെയും ഒപ്പം തന്നെ സഹോദരൻ്റെയും സഹോദരിയുടെയും മൂത്ത സഹോദരിയാണ് പുള്ളിക്കാരി. അവരും ഇന്നലെ വൈകിയാണ് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയിട്ടുള്ളത്. ഈ 3 പേരുടെയും മൊഴിയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഭർത്താവിനെതിരെ മറ്റ് വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അച്ഛൻ്റെയും സഹോദരൻ്റെയും സഹോദരിയുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി ആത്മഹത്യാ പ്രേരണ കുറ്റമുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേസിൻ്റെ ഭാഗമായിട്ടുള്ള മൊഴിയെടുക്കലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 പേരുടെയും മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങൾ കൂടി ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ജ്ഞാനായ സഭയിൽപ്പെട്ട കുടുംബമാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഭാര്യ മരിച്ചാൽ ഭർത്താവിൻ്റെ പള്ളിയിൽ അടക്കം ചെയ്യണമെന്നുള്ളതാണ് അവരുടെ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ മകൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും അവിടെ യാതൊരു തരത്തിലുള്ള സമാധാനമില്ലാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അവരുടെ ഇടവകയിൽ അടക്കാൻ പാടില്ല എന്നും തങ്ങളുടെ ഇടവകയിൽ അടക്കുമെന്നും തങ്ങളുടെ വീട്ടിലാണ് പൊതുദർശനം ഉണ്ടാവുക എന്നുള്ളതുമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും സഭാതലത്തിൽ പുരോഗമിക്കുകയാണ്. മനു, സനോജ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.